ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ മുൻ എം പി കൂടിയായ ശ്രീ കെ ചന്ദ്രൻപിള്ള കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് ഏറ്റതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഇവിടെ മെസ്സി വരുന്നത് സംബന്ധിച്ച് പണം മുടക്കിയതോ പണം വാങ്ങിയതോ കൊണ്ടുവരാമെന്ന് ഏറ്റതോ ഞങ്ങളാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. CPM പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. സ്റ്റേഡിയത്തിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച് പൂർത്തീകരിച്ച ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അത് കാലത്തിന് അനുയോജ്യമായി മാറണമെന്നുള്ളതും ഞങ്ങളുടെ ആവശ്യമാണ്. മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് അനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ മെസ്സി ഇവിടെ ഈ സമയത്ത് അപ്പവും കരിമീൻ കറിയൊക്കെ കഴിച്ചിരിക്കേണ്ട സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാവൽ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ. അപ്പോൾ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം, അതിൻ്റെ ക്രെഡിറ്റും എല്ലാം വന്നാലും ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും GCDAക്കും ബന്ധപ്പെട്ട സ്പോൺസർ അടക്കമുള്ള ആളുകൾക്കുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായി തുടർന്ന് വന്ന വാർത്തകൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും കേരള സ്പോർട്സ് ഫൗണ്ടേഷനും സ്പോൺസറും 3 പേരും ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായി എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് കൂടി വേർബലായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ വേർബൽ എഗ്രിമെൻ്റ് അല്ലാതെ ഒരു തരത്തിലുമുള്ള കോൺട്രാക്റ്റ് ഇതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇവർ സൈൻ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മന്ത്രി ബോള് GCDയുടെ കോർട്ടിലേക്ക് തട്ടി, GCDA ആ ബോള് കേരള സ്പോർട്സ് ഫെഡറേഷൻ്റെ കോർട്ടിലേക്ക് തട്ടി, കേരള സ്പോർട്സ് ഫെഡറേഷൻ ഇത് സ്പോൺസറുടെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുന്നതല്ലാതെ ആരും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും നാളിതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് GCDA ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം. ഇപ്പോൾ ഈ മെസ്സിയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം അവിടുത്തെ ഗ്രൗണ്ടിൽ ഗ്രാവൽ വിരിക്കുന്നു, മെറ്റൽ വിരിക്കുന്നു, അവിടെ റോഡ് ഉണ്ടാക്കുന്നു. ഇത് സംബന്ധിച്ച് ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ ഇത് സംബന്ധിച്ച് GCDയുടെ മുഴുവൻ കരാറുകാരെ ഡേ 1 മുതൽ അവിടെ നിന്ന് മാറ്റി. അവരിപ്പോൾ പെയിന്റ് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അവരടിച്ച പെയിന്റ് അതിൻ്റെ മുകളിൽ വേറൊരു പെയിന്റ് അടിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പണിയെടുത്തത് മുഴുവൻ അവരായിരുന്നു. GCDയുടെ കോൺട്രാക്ടർ അത് മുഴുവൻ സ്ക്രേപ്പ് ചെയ്ത് അത് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് അതിനുശേഷം പെയിന്റ് ചെയ്തു. ആ പെയിന്റിൻ്റെ മുകളിൽ ഇപ്പോൾ വേറൊരു കോട്ട് പെയിന്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പെയിന്റ് നിർമ്മാതാക്കൾ പറയുകയാണ് ഞങ്ങൾക്കിനി ഇതിൻ്റെ വാറന്റി തരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ കരാറുകാരെ പിരിച്ചുവിടുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 1-2 പേരെ മാത്രം നിലനിർത്തുമ്പോൾ ഇത് സംബന്ധിച്ച് GCDAക്ക് യാതൊരു ധാരണയുമില്ല. GCDA അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ചെയർമാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ സൈറ്റിൽ GCDയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ
ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നടത്താനോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ ഇത്രയും അധികം ദുരൂഹതകൾ വന്ന് ചേരുന്നത് എന്നുള്ള ചോദ്യം. 70 കോടി രൂപയിൽ ഞാൻ ഉറച്ചു പറയുന്നു, അവിടെ ഒരു 25 കോടി രൂപയുടെ മുകളിൽ യാതൊരു പണിയും പ്രവൃത്തിയും നടക്കില്ല എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്പോർട്സ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. അതൊരു കാര്യം. മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ഗുരുതരമായി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗുരുതരമായ തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിയുടെ മുകളിൽ ഏൽപ്പിച്ച് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി കായിക മന്ത്രി ഈ പദ്ധതിക്ക് യെസ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ, കായിക വകുപ്പ് മന്ത്രി പ്രതികരിക്കട്ടെ. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ഒരിക്കലും ഒഴിയാത്ത തരത്തിലേക്ക് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വാറന്റി പീരീഡിനെ സംബന്ധിച്ച് ഇനി നടക്കുന്ന എല്ലാ പ്രവർത്തികളുടെയും വാറന്റി പീരീഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാത്തതിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് ഈ കളി നടക്കുമ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള സാറ്റലൈറ്റ് റൈറ്റ്സ്, ഇത് സംബന്ധിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് റൈറ്റ്സ്, ഇത് സംബന്ധിച്ചിട്ടുള്ള ബാക്കി മുഴുവൻ കാര്യങ്ങളുടെയും ഇൻകം സ്വാഭാവികമായിട്ടും സ്പോൺസർക്കായിരിക്കും ലഭിക്കുന്നത്. GCDAക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനമുണ്ടോ? ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു തലത്തിലുള്ള ഈ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ആരായിരിക്കും നടത്തുന്നത്? ഇപ്പോൾ GCDA ഏറ്റെടുത്ത് നടത്തിയ ഒരുപാട് മെയിൻ്റനൻസ് ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇനിയും പുറത്തു വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ പറഞ്ഞല്ലോ, GCDAയുടെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ അപ്രോച്ച്, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വേർബൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് എങ്ങനെ നാളെ ഒരു വ്യവസായി, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായി, കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ വന്നിട്ട് ഞങ്ങൾ റൊണാൾഡോയെ കൊണ്ടുവരികയാണ്, ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിന് അംഗീകാരം കൊടുക്കും. അപ്പോൾ കായിക മന്ത്രി ഇതിൽ നിന്ന് ഒളിച്ചോടരുത്. കായിക മന്ത്രി കൃത്യവും വ്യക്തവുമായ മറുപടി നൽകണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ രാവിലെ എൻ്റെ വീട്ടിൽ വന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും മുകളിൽ കൂടിയാണ് ഈ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്, 1 മീറ്ററെങ്കിലും ഞങ്ങൾക്ക് താത്തി ഇത് കെട്ടിത്തന്നാൽ അവിടെ വായു സഞ്ചാരം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളുടെ അപേക്ഷകളും നിവേദനങ്ങളും ആശങ്കകളും പരിഹരിക്കേണ്ടത് GCDAയുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ GCDA ചെയർമാന് ആ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചെല്ലാം വിശദമായ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മതിൽ കെട്ടുകയാണ്, ജയിൽ പോലെ മതിൽ കെട്ടി വെക്കുകയാണ്. ഇതെല്ലാം ഫിഫയുടെ സ്പെസിഫിക്കേഷൻസ് ആണോ, ഇതെല്ലാം ഫിഫയുടെ ഗൈഡ് ലൈൻസിന് അനുസൃതമായിട്ടാണോ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ലിയോണൽ മെസ്സി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കടന്നു വരേണ്ടത്, ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ MP എന്നുള്ള രീതിയിലോ അല്ല, മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല, ഞങ്ങൾ ഫുട്ബോൾ ആരാധകരെന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകരെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എല്ലാം ആഗ്രഹമാണ്, അഭിലാഷമാണ്. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. GCDA ചെയർമാൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്, ഞങ്ങൾ ഇതിനെ എതിർത്തത് കൊണ്ടാണ് ഇത് വരാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതികൾക്കെതിരെ നിൽക്കുന്നു, ഞങ്ങളാണ് കളി മെസ്സി വരാതിരിക്കാനുള്ള കാരണം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ്. അത് ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ഈ സ്റ്റേഡിയം കാലാകാലങ്ങളോളം ഇവിടെ നിലനിൽക്കുകയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാച്ചുകൾ കളിക്കുകയും എല്ലാം ചെയ്യണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്
ഒരു എഗ്രിമെന്റ് എഴുതിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈറ്റുകൾ മാറുന്നു. ലൈറ്റുകൾ മാറിയപ്പോൾ ഇത്ര ലക്സുകളല്ല ലൈറ്റുകളാണ് പുതുതായി പിടിപ്പിക്കുന്നത്. നേരത്തെ ഒരു ഫ്രെയിമിൽ 100 ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി അത് 90 ലൈറ്റ് പിടിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ആ 90 ലൈറ്റ് പിടിപ്പിക്കുമ്പോൾ ഈ പഴയ ലൈറ്റുകൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിശദാംശങ്ങളും പുറത്തുവിടാൻ GCDA തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരിപ്പോൾ ഇത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അത് ഗുരുതരമായ വീഴ്ചയാണ്. GCDയുടെ കരാറുകാരും GCDയുടെ എഞ്ചിനീയർമാരും ദർ ടോട്ടലി ഇൻ ഡാർക്ക്. അവർക്ക് ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്റ്റേഡിയം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നു. മെസ്സിയെ മുടക്കിയത് കോൺഗ്രസ് ആണ്, ഈ മാച്ച് നടക്കരുതെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേഡിയം മുഴുവൻ നശിപ്പിച്ചു. ഈ ആരോപണമാണ് CPM ഉന്നയിച്ചത്. ഇത്രയും ദിവസം ഞങ്ങൾ വിചാരിച്ചത് ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണ് മെസ്സി വരിക എന്നുള്ളത്. ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, മെസ്സി എന്ന് പറയുന്ന ഒരു ലോകോത്തര കളിക്കാരനെ കാണാനും ആ കളി കൊച്ചിയിൽ വരുമ്പോൾ അത് നേരിട്ട് ദർശിക്കാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. പക്ഷെ അത് ജനങ്ങളെ ആഗ്രഹിപ്പിച്ച് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യവും സാമ്പത്തിക താല്പര്യവും ഉൾപ്പെടെയുള്ള താല്പര്യങ്ങളുടെ പുറത്ത് നടത്തിയ ദുരുദ്ദേശപരമായിട്ടുള്ള നടപടികൾ, അത് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ജാള്യത മറക്കാനാണ്. കോൺഗ്രസിനെതിരായി CPM ജില്ലാ നേതൃത്വവും അതുപോലെ GCDA ചെയർമാനും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. CPMൻ്റെ ഈ ആരോപണത്തിലൂടെ അവർ കൂടി ഇതിനകത്ത് പങ്കാളികളാണ് എന്ന് കോൺഗ്രസ് സംശയിക്കുകയാണ്. കാരണം ഇന്ന് GCDA ജനറൽ കൗൺസിൽ യോഗം കൂടുന്നതിന് മുമ്പായി CPMൻ്റെ ഫ്രാക്ഷൻ കമ്മിറ്റി കൂടി, CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. എന്തിനു വേണ്ടിയിട്ടാണ് CPMൻ്റെ ഒരു ഫ്രാക്ഷൻ GCDA കൗൺസിൽ യോഗം കൂടുന്നതിന് മുമ്പായി വിളിച്ചു ചേർത്തത്? ഈ ദുരൂഹതകൾക്ക് പിന്നിൽ CPM ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഈ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിൽ പണം കിട്ടിയിട്ടുള്ളത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിക്കുമുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം കോൺഗ്രസിനെതിരായി CPM ഉന്നയിക്കുമായിരുന്നില്ല. കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ കരാറ് കൊടുത്ത് ഹൈബി ഉന്നയിച്ചതുപോലെ യാതൊരു അടിസ്ഥാനവോ രേഖയോ ഒന്നുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഹൈബി ഈഡനും TJ വിനോദും ഉമാ തോമസും അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ സന്ദർശിക്കുകയും അവർ ഉന്നയിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ ചെന്നത്. ഗുരുതരമായ കാര്യങ്ങൾ അത് അവരവിടെ പറയുകയുണ്ടായി. അപ്പോൾ അത് നേരിട്ട് ബോധ്യപ്പെടാനാണ് ഞങ്ങളെല്ലാവരും അവിടെ ചെന്നത്. ഞങ്ങളാരും അവിടെ ഒരു പൊതുമുതൽ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തെ കെട്ടി കാണിക്കാനോ ഒന്നും ഞങ്ങളാരും ശ്രമിച്ചില്ല. പക്ഷേ CPM ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. സ്റ്റേഡിയം നശിപ്പിച്ചു എന്നൊക്കെയാണ് വാർത്ത കൊടുത്തത്. അവിടെ എന്താണ് നശിപ്പിച്ചതെന്ന് കൂടി അവർ പറയണ്ടേ? അവിടെ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി കൊടുത്തു. അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത്. അപ്പോൾ വന്ന മാധ്യമപ്രവർത്തകർ കയ്യിൽ ക്യാമറ അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതായി ഞങ്ങളവിടെ കണ്ടില്ല. ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു കൊടി പോലും ഇല്ലാതെ ഞങ്ങളവിടെ ചെന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്?
ഈ സാമ്പത്തിക താല്പര്യങ്ങളിൽ CPM കൂടി പങ്കാളികളായിട്ടുണ്ട്. അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് കുറ്റാരോപിതനായിട്ടുള്ള ഒരു സ്പോൺസറുടെ നടപടിയുടെ ഭാഗമായി CPM കൂടി അതിനകത്ത് പങ്കാളികളായി എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ ജാള്യത മറക്കുന്നതിനാണ് കോൺഗ്രസിനെതിരായി, കോൺഗ്രസ് മെസ്സിക്കെതിരാണ്, മെസ്സി വരുന്നതിനെ ഞങ്ങളാണ് തടഞ്ഞത്, ഈ ഗ്രൗണ്ട് ഞങ്ങൾ നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഗ്രൗണ്ട് നശിപ്പിക്കുന്നതും ഈ കേരളത്തിൻ്റെ പൊതുമുതൽ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളാരുമല്ല. അത് ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ എല്ലാം ചെയ്യുന്നത് ഈ സ്പോൺസറാണ്. അപ്പം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിലാണ് സ്പോൺസറെ കണ്ടെത്തിയത്. അല്ലാതെ സ്പോൺസർക്ക് മുൻപരിചയമൊന്നുമില്ല, ഒന്നും നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തു കൊടുത്തിട്ടുമില്ല. ഇതിനു മുമ്പ് ഒരു കളി നടത്തിയിട്ടില്ല, അന്താരാഷ്ട്ര മത്സരം നടത്തിയിട്ടില്ല. ഇനി അദ്ദേഹം അന്താരാഷ്ട്ര മത്സരം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു മത്സരം കൊടുക്കാൻ എങ്ങനെയാണ് ഇയാളെ തെരഞ്ഞെടുത്തതെന്ന് കൂടി സർക്കാർ പറയണ്ടേ? ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന SKF അതൊരു നിഗൂഢ സംഘമാണത്. അതിനൊരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 4 കൊല്ലമായി, 2021 ആരംഭിച്ചതാണ്. ഇതുവരെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഒരു വെബ്സൈറ്റ് പോലും ഇല്ല. നിങ്ങൾ നോക്കിയാൽ കാണാം. അവരാണ് ഈ എറണാകുളത്തെ ഈ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം നിർമ്മിച്ചതെല്ലാം നിർമ്മിച്ചത്. ഇടനിലക്കാരാണ് ഇവർ. സാമ്പത്തിക ഇടനിലക്കാരായി സർക്കാർ കരാറ് പിടിച്ച് ആ വർക്ക് മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ പണം പറ്റുന്ന ആളുകളാണ് ഇവർ. അതിൽ മന്ത്രി കൂടി പങ്കാളിയാണ്. മന്ത്രി V. അബ്ദുറഹ്മാൻ കൂടി അതിനകത്ത് പങ്കാളിയാണ്. അങ്ങനെ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അവർക്കാണ് ഈ ഗ്രൗണ്ട് കൈമാറിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിവരുന്ന സാമ്പത്തിക താല്പര്യം മുൻനിർത്തി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യം മുന്നിട്ട് നടത്തുന്ന ഒരു പരിപാടി മാത്രമായി മെസ്സിയുടെ ഈ ഒരു വരവ് എന്ന് പറയുന്ന ഈ പ്രചരണത്തെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് കൂടിയാണ്. 70 കോടി എന്നിവിടെ പറഞ്ഞു. 70 കോടി പോയിട്ട് 70 ലക്ഷം രൂപ പോലും അവിടെ ചെലവഴിച്ചിട്ടില്ല ഇതുവരെ, നാളിതുവരെ. അപ്പൊ എത്രത്തോളമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വരുന്നതിന് മുന്നോടിയായി ആ സ്റ്റേഡിയത്തിനെതിരായി പ്രചരണം നടത്തിയ CPM ഇന്ന് അത് ഉപയോഗപ്പെടുത്തി സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CPM ജില്ലാ കമ്മിറ്റി ആരോപിച്ച ഈ സ്റ്റേഡിയം കോൺഗ്രസ് നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഞങ്ങളവിടെ പോയതും ഞങ്ങൾ പറഞ്ഞതും എല്ലാവരും അവിടെ കേട്ടവരാണ്. അപ്പം അതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തളർത്താമെന്നോ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകളെ കോൺഗ്രസിനെതിരായി തിരിക്കാമെന്നോ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. പാവപ്പെട്ട ഫുട്ബോൾ ആരാധകരെ, മെസ്സിയുടെ ആരാധകരെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ഇന്ന് CPM-ഉം ഈ മന്ത്രിയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നേരിട്ട് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ തട്ടിപ്പ് വെളിപ്പെടണം. ഇതെന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയണം. ഇതിനെക്കുറിച്ച് GCDA ചെയർമാൻ തന്നെ വളരെ കൃത്യമായി എന്ന് പറഞ്ഞു. ഈ പറയുന്ന സ്പോൺസറുമായി GCDAക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു കരാറുമില്ല. സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് കരാർ. അങ്ങനെ മൂന്നാമതൊരു കരാർ കൊടുക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് GCDA അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതിയുടെയൊക്കെ ധാരണകൾ എന്തൊക്കെയാണ് അതൊക്കെ അവർ വെളിപ്പെടുത്തണ്ടേ? അങ്ങനെ കേരളത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഒരു സ്വത്ത് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് സർക്കാരിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണ്. അത് ലയബിലിറ്റിയാണ്. അത് ഇന്നത്തെ GCDA കമ്മിറ്റിക്കും പ്രത്യേകിച്ചും GCDA ചെയർമാനും അതൊരു വലിയ ലയബിലിറ്റിയാണ്.
നാളുകളിൽ വിജിലൻസിൽ ഒരു പരാതി കൊടുത്താൽ പോലും ആ പരാതിക്ക് നടപടി ഉണ്ടാകുന്ന കാര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി യാതൊരു കരാറുമില്ലാത്തൊരു വ്യക്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതും അതിൻ്റെ സാമ്പത്തിക ലക്ഷ്യം മാത്രം താല്പര്യപ്പെട്ട് ഇനി മുന്നോട്ട് പോകുന്നത്, ഇതിൻ്റെ കൈവശ അവകാശം സ്ഥാപിക്കുന്നതും ശരിയായ നടപടിയല്ല. പാവം മെസ്സി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇത് അറിഞ്ഞിട്ടില്ല, കേരളത്തിലെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇത് അറിഞ്ഞിട്ടില്ല, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഒരു ധാരണയുമില്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മറ്റു പല ലക്ഷ്യങ്ങൾ മുൻനിർത്തി വന്നത് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലോടുകൂടി അവർ കൂടി ഇതിനകത്ത് പങ്കാളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ പോകുന്ന പോക്കിന് കടുംപെട്ടാണ്. ഏത് രീതിയിലും ഇനി സ്റ്റേഡിയം വിൽപ്പന കൊടുത്തും വാടക കൊടുത്തും പണമുണ്ടാക്കാവുന്ന രീതിയിലേക്ക് CPM ജില്ലാ കമ്മിറ്റി മാറി എന്നുള്ളതാണ് ഇന്നലത്തെ CPM ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദയവ് ചെയ്ത് ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകളെ ഇതുപോലെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സീറ്റുകൾ മാറ്റി വെക്കുന്നു, ലൈറ്റുകൾ മാറ്റി വെക്കുന്നു, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേഡിയം അല്ലേ. അപ്പോൾ ഈ സ്റ്റേഡിയം നന്നായി കിടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ലേ? ഞങ്ങൾക്ക് അതിലൊന്നും ഒരു എതിരഭിപ്രായമില്ല. അത് മാത്രമല്ല, വീണ്ടും നല്ല ഗ്രൗണ്ടുകളുണ്ട് ഇവിടെ. പരേഡ് ഗ്രൗണ്ട് ഉണ്ട്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് ഉണ്ട്. ഇതൊക്കെ നന്നാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ലല്ലോ. അതൊക്കെ നല്ല നിലവാരത്തിൽ വരട്ടെ, കുട്ടികൾ ഒന്ന് കളിക്കട്ടെ. ഇവിടെ അണ്ടർ-17 പ്രാക്ടീസ് ഗ്രൗണ്ട്സ് ആയിരുന്നു, വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഗ്രൗണ്ട്സ് ആയിരുന്നു. ഇവിടെ കളിയും നടന്നതാണ്. അപ്പോൾ ഇവിടെ ഫിഫ സ്റ്റാൻഡേർഡ്സിലുള്ള കളി നടന്ന സ്റ്റേഡിയം തന്നെയാണ്, ആ സൈസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിലുള്ള ഗ്രൗണ്ട് തന്നെയാണ് അത്. ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. 70 കോടി രൂപ എന്ന എസ്റ്റിമേറ്റ് ഇതിൽ ചെലവഴിക്കും എന്ന് ആരാണ് തീരുമാനിച്ചത്? 70 കോടി രൂപയുടെ ബ്രേക്കപ്പ് എന്താണ്? നാളെ ഇപ്പൊ മാച്ച് ഇതുവരെ നടന്നിട്ടില്ലല്ലോ, നാളെ മറ്റൊരു ഇന്റർനാഷണൽ ടീം, പോർച്ചുഗൽ ടീം വരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും ഇന്റർനാഷണൽ ടീം വരുന്നു. ആ ടീം വരുമ്പോൾ അതിനനുസൃതമായി ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മറ്റൊരു വ്യവസായി രംഗത്ത് വരികയാണ്. അപ്പോൾ ആ വ്യവസായിക്ക് നമ്മൾ ഈ സ്റ്റേഡിയം വിട്ടു കൊടുക്കും. അതിനൊരു മാനദണ്ഡം ഉണ്ടാവണമല്ലോ ഒരാൾക്കത് കൊടുക്കുന്നതിൽ. അപ്പോൾ 70 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പബ്ലിക് സ്റ്റേഡിയത്തിൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു GCDയുടെ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെയാണ്, അത് പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിനൊരു ട്രാൻസ്പെറൻസി വേണം, അതിനൊരു ക്ലാരിറ്റി വേണം, അതിനെ സംബന്ധിച്ചൊരു അക്കൗണ്ടബിലിറ്റി വേണം. ഈ 3 കാര്യങ്ങളും ഈ പറയുന്ന വെർബൽ എഗ്രിമെന്റ് അല്ലാതെ ഒരു തുണ്ട് കടലാസിൽ എഴുതി നൽകിയിട്ടില്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തൊരു പരിപാടി നടത്തിയാൽ പോലും അതിൽ ദേർ ആർ എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ നിന്ന് ഇത്ര പൈസ ഞങ്ങൾ പിടിക്കും, കോഷൻ ഡിപ്പോസിറ്റിൽ നിന്നും. ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങൾ ഇത്ര രൂപ നൽകണം. ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നൽകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കരാർ കൊടുക്കുന്നത്. അങ്ങനെ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഈസ് എ ബിസിനസ് മാൻ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് സ്പോർട്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതില്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയല്ല, മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വാക്ക്, ഇന്നലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? മുഖ്യമന്ത്രി ഇരുട്ടിലാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിധ അറിവും, അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയാണ് എങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയും അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസും റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം.
ഇതിന് കൃത്യമായ ക്ലാരിറ്റിയും അക്കൗണ്ടബിലിറ്റിയും വേണം. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേഡിയത്തിൽ 70 അല്ല 100 കോടി രൂപ മുടക്കിക്കോ. ഇപ്പൊ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഗ്രൗണ്ട് അല്ലല്ലോ. ഈ ഗ്രൗണ്ട് എത്രയോ വർഷങ്ങളായി കൃത്യമായി പരിപാലിച്ചു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പണം എല്ലാ മാസവും ചെലവഴിക്കുന്നത് ഇതിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനാണ്. പുല്ല് ചെത്തി യൂറിയ ഇട്ട് അത് ഷേവ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സ്പ്രിംഗ്ലർ വെച്ച് വെള്ളം നനയ്ക്കുന്നുണ്ട്. അത് ഇന്നലെ ചെയ്തതൊന്നുമല്ല. അത് എത്രയോ വർഷങ്ങളായി സ്റ്റേഡിയം ഉണ്ടായ കാലം മുതൽ ക്രിക്കറ്റിന് വേണ്ടി പിച്ചായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തത് വരുന്നെങ്കിൽ ഫുട്ബോളിന് വേണ്ടി ഗ്രാസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി വേണം. പണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ലായിരിക്കാം. ഇനി ഞാൻ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുക. ആരാണ് ഈ പണം ചെലവഴിക്കുന്നത്? ഞാൻ സംശയിക്കുന്നത് ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിന് പണം ചെലവഴിക്കുന്നത്. ഒരു ചിട്ടി മുതലാളിയാണ് ഈ പണം ഇറക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉപയോഗിച്ച് നിങ്ങൾ അത് പുറത്തു കൊണ്ടുവരും. അപ്പോൾ പണം ഇറക്കി എന്ന് പണം പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണ്. ഞാൻ 70 കോടി രൂപ ചെലവഴിച്ചു. ആ 70 കോടി രൂപ ലീഗലായല്ലോ. 70 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കും. അത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരാളുടെയും പേരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങളത് കണ്ടുപിടിക്കും. അല്ല, അത് എനിക്കറിയില്ല. ഞാൻ അതിന് ആരുടെ പേര് പറഞ്ഞു. അല്ല, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണം. ഇപ്പോൾ ഈ എഗ്രിമെന്റ് ഇല്ലാത്തതിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? പണം ആര് മുടക്കി, എങ്ങനെ മുടക്കി എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഇപ്പം ഞാൻ MP ഫണ്ട് മുടക്കുകയാണ്. MP ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ടറേറ്റിൽ എഴുതി കൊടുക്കും. അത് ടെൻഡർ ചെയ്യും. അതിലേറ്റവും ലോവസ്റ്റ് ടെൻഡറുള്ള ആൾ പിടിക്കും. സർക്കാർ ഏജൻസികൾ ഉണ്ടാവും. കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ ജെമ്മിൻ്റെ പോർട്ടലിൽ അതിൻ്റെ റേറ്റ്സ് ഉണ്ടാവും. അത് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ GCDA പറയുന്നത് സ്പോർട്സ് ഫൗണ്ടേഷനാണ് ഇത് ചെയ്യുന്നതെന്ന്. സ്പോൺസറാണ് ഇതിൻ്റെ പണം മുടക്കുന്നത്. സ്പോൺസർ എങ്ങനെ പണം മുടക്കി, ആരാണ് ഇതിൻ്റെ മറ്റു ജോലികൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് വ്യക്തതയും ഇതെല്ലാം പുറത്തു വരേണ്ടത്. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. വിശദാംശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. അത് എൻ്റെ ഒരു ലേമൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. ഞാനൊരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അല്ല. എനിക്കിതിൻ്റെ ടെക്നിക്കൽ നോഹാവും ഇല്ല. ഒരു ലൈറ്റിന് എത്ര രൂപ, ഇത്ര ലക്ഷമുള്ള ലൈറ്റിന് ഇത്ര രൂപയാകും ഇപ്പോൾ റേറ്റ്സ് മാറിയിട്ടുണ്ടാവും. ടെക്നോളജി LED ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ലേമൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ കാര്യമാണ്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതിനൊരു രേഖയില്ലാത്തതുകൊണ്ടാണല്ലോ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കാത്തത്. ഇത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ. സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ വരാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത്. ആ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ ഇവർ എത്തിച്ചേരുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് തെളിയിക്കേണ്ടതും അതിൻ്റെ പുറത്തു കൊണ്ടുവരേണ്ടതും സർക്കാർ തന്നെയാണ്, സംസ്ഥാന സർക്കാരാണ്. ദേ ആർ ലയബിൾ. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഹാസ് എ ഹ്യൂജ് റോൾ. അവരാണ് ഓണേഴ്സ് ഓഫ് ദ സ്റ്റേഡിയം. അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദികൾ GCDA ആണ്. അവിടെ അപകടം സംഭവിച്ചാലും അവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ്. മെസ്സി വരട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ് എടുക്കട്ടെ. അതിൻ്റെ നല്ല മാച്ചസ് നടക്കട്ടെ, ഇന്റർനാഷണൽ മാച്ചസ് വരട്ടെ, ഞങ്ങളെല്ലാവരും കാണാൻ കാണികളായിട്ടുണ്ടാവും.